கதவை இழுத்து அணைச்சபடி உயிர் மூச்ச நிறுத்து கண்மணியே. மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையிற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு கணக்கால் கூட கருப்பு. അച്ചോട്ടാ, ഉറങ്ങുന്ന കണ്ട എണീപ്പിക്കാനും തോന്നുന്നില്ല. മിസ്റ്റർ ആരവ്, എണീറ്റ് സമയമായി. ഇവിടെ കിടക്ക്. പിന്നെ എന്ത് മനുഷ്യ രാവിലെ തന്നെ കുടുങ്ങി കുടുങ്ങി വരുന്നേ? എൻ്റെ ഭാര്യൻ്റെ അടുത്തുള്ള എനിക്ക് കുടുങ്ങാനും കിന്നിരിക്കാനൊക്കെ പറ്റും. അതെ അതെ, മതി മതി. ഇനി എണീറ്റ് പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതാ. എണീറ്റ്. നിനക്കെന്നെ പറഞ്ഞു വിടാൻ തിടുക്കായി അല്ലേ? എൻ്റെ പൊന്നിന് മാത്രം എന്നോട് സ്നേഹമുള്ളൂ. പാവത് ഉറങ്ങണ നോക്കിക്കേ. ഐഷ്, എന്താ പെണ്ണെ, എന്തിനാ കരയുന്നേ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഏട്ടൻ പോവണ്ട. ശരി, ഇപ്പൊ എങ്ങനായോ? ഇത്ര നേരം എന്നെയും കാട്ടി സ്ട്രോങ് ആയിട്ടാണോ നിന്നേ, ഒരു കൂസലുമില്ലാതെ? ഏട്ടൻ, ഇനി എനിക്കങ്ങനെ നിൽക്കാൻ പറ്റണില്ല. ഏട്ടൻ പോവണ്ട. ഇങ്ങോട്ട് വന്നേ പെണ്ണെ. പോവാതിരുന്നാ എങ്ങനെ ശരിയാവുക? അവിടുത്തെ കമ്പനിത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടേ? ഞാൻ വേഗം വരുമല്ലോ, ഒരു 2 വർഷം. അത് വേഗം പോയിക്കോളൂ. പോട്ടെ, സാരല്ല, കണ്ണൊക്കെ തുടക്കി. പറഞ്ഞപ്പോ എത്ര സിമ്പിളായി കഴിഞ്ഞല്ലേ, 2 വർഷം. നീ ഇങ്ങനെയായാ ഞാൻ എങ്ങനെയാടി പെണ്ണെ സമാധാനത്തോടൊന്ന് പോവുക? കരയല്ലേ? നീ ഇത്ര നേരം സ്ട്രോങ് ആയി നിന്നല്ലോ എന്നുള്ള ഒരൊറ്റ കരുത്തിലാണ് ഞാനും ഇത്ര നേരം സ്ട്രോങ് ആയി നിന്ന്. നീയും ഇങ്ങനെയായാ എന്നെക്കൊണ്ട് പറ്റില്ലടി. കണ്ണൊക്കെ ഒന്ന് തുടക്കി. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. പോട്ടെ, സാരല്ല. പോയി പാക്ക് ചെയ്യാൻ ആളൊക്കെ ബാക്കി പാക്ക് ചെയ്യ്. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. ഇനി എന്തൊന്നും മനുഷ്യ എൻ്റെ മുഖത്തോട്ട് മിഴിച്ച് നോക്കി നിൽക്കുന്നേ? പോയി പാക്ക് ചെയ്യടോ. എന്തോടെ ചക്കരേ, അച്ഛപ്പന്നെ എണീറ്റോ? പറഞ്ഞല്ലോ ഇന്നലെ അച്ഛ ഇങ്ങോട്ട് പോകുന്നു. ശരിക്കും പോവോ? ആ, ശരിക്കും പോവും അച്ഛ. അയ്യോ ആനോ, എന്നിട്ട് എപ്പോഴാ വരിക? അച്ഛ കുറേ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുവരെ അച്ഛപ്പൊന്ന് അമ്മനോട് കുറുമ്പൊന്നും കാട്ടാതെ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ആ ഓക്കെ, വാങ്ങിട്ട് വരാവേ. മോനെ, എല്ലാം കറക്റ്റ് എടുത്ത് വെച്ചിട്ടില്ലേ? ഒന്നും മിസ്സായിട്ടൊന്നുമില്ലല്ലോ? ഇല്ലമ്മ, എല്ലാം ഓക്കെയാ. എൻ്റെ മോന് നല്ല സങ്കടം ഉണ്ടല്ലേ പോകുന്നതില്? അവളും കുട്ടിയും ഉള്ളതുകൊണ്ട് എനിക്കെന്തോ പണ്ടത്തെ പോലെ കൂളായിട്ട് ചില്ലായിട്ടും പോകാനൊന്നും പറ്റണില്ല. മനസ്സിലെന്തോ കനം പോലെ. അമ്മയ്ക്ക് മനസ്സിലാവും. പോട്ടെ, സാരല്ല. താഴോട്ട് വാ, സമയമായില്ലേ പോവാൻ. എല്ലാവരോടും യാത്ര പറയണ്ടേ? ഞാനിപ്പോൾ വരാം. പിന്നെ മോളെ കൂടെ കൊണ്ടുപോയിക്കോ താഴോട്ട്. ആ ശരി.
എന്താ? ഒന്നും മിണ്ടല്ലേ. എനിക്ക് നിന്നെ പിരിഞ്ഞ് പോവാൻ പറ്റുന്നില്ല. എനിക്കറിയാം എനിക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുന്നതെന്ന്. ഐ ലവ് യു സോ മച്ച്. എന്തെങ്കിലും ഒന്ന് പറയൂ പെണ്ണെ എന്നോട്. ഞാൻ പോവാണ്. ഇനി 2 വർഷം കഴിഞ്ഞേ കാണുള്ളൂ. I love you so much. I'm gonna miss you so badly. എന്നാ ശരി, സമയായി, പോട്ടെ ഞാൻ. ശരി, ഞാൻ താഴോട്ട് വരുന്നില്ല. അടിവം പോലെ ചവപ്പ് കണക്കാൽ കൂടെ കറുപ്പ് അങ്ങനെ എന്നെ തനിച്ചാക്കി പോയി. I miss you so much. എന്നിട്ടില്ലേ ഉമ്മമ്മായിൻ്റെ മോളെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ ഷോക്കായി. പിന്നെ കെട്ടിപ്പിടിച്ച ആളെങ്ങനെ മാറ്റാന്ന് പറഞ്ഞ് ഞാനും തിരിച്ച് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പിന്നെ അവൾ കുറേ സംസാരിച്ചു എൻ്റെ അടുത്ത്. എന്തും കുറേ നേരമായല്ലോ ഇത് തുടങ്ങിയിട്ട്. നിനക്ക് വേറെ ഒന്നും എൻ്റെ അടുത്ത് പറയാനില്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവളെ പൊക്കി പറയുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കണോ? ഓഹോ, റൂട്ട് അപ്പിടി പോകുതോ? നിങ്ങൾ അവളെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. ഇങ്ങോട്ട് ഇനി വരുമൊന്നും വേണ്ട. ഞാൻ വെക്കിയ ഫോണ്. എൻ്റെ മോൾക്ക് കൊടുക്കടി ഫോണ്. ആ വെച്ചോ. ഇവൾക്ക് ഈയിടെയായിട്ട് നല്ല കുശുമ്പ് കൂടിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസത്തിൻ്റെ ഇടയിലും നമ്മുടെ അല്ലികേൻ്റെ പിണക്കത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആരോ ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിലെല്ലാം കോൾ ചെയ്തെങ്കിലും അതൊന്നും നമ്മുടെ അല്ലി അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ വൺ ഡേ അച്ഛപ്പൻ ഇങ്ങോട്ട് വന്നേ. ഒരു മാറ്റില്ലല്ലോ അച്ഛൻ്റെ കുട്ടിക്ക്. നല്ല ദേഷ്യത്തിലാണല്ലോ എന്നോട്. കോൾ എടുത്താൽ മതിയായിരുന്നു. തേങ്ങ. അമ്മ, മോളെ നന്ദു, നീ ഇവന്റെ കൂടെ വന്നായിരുന്നോ? അമ്മേ. ആ അമ്മ, ഞാൻ ഏട്ടൻ പോരാ പറഞ്ഞപ്പോ ഏട്ടന്റെ കൂടെ അങ്ങോട്ട് വന്നു. മോളെ നന്ദു. വല്യമ്മേ. ഓ, ഈ കുരിശുണ്ടായിരുന്നോ കൂടെ? കുറച്ചുകൂടെ കഴിക്കാരും ഏട്ടാ. ഇതാകെ കുറച്ചല്ലേ കഴിച്ചിട്ടുള്ളൂ. അല്ലടാ, എനിക്ക് വയറ് നിറഞ്ഞു. എനിക്ക് മതി, ഞാൻ എനിക്കാം. എല്ലാരും മോനെ, നീ വന്നിട്ട് അല്ലീനോടൊന്നും സംസാരിച്ചില്ലേ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. കോൾ വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്തവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്തെങ്കിലും ആവശ്യത്തിലാണ് ഒരു മനുഷ്യൻ ഫോൺ വിളിക്കുന്നത്. അതുപോലും എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വാശി ഈഗോയും വെച്ചിരിക്കുന്നവരിരുന്നോട്ടെ. ഞാനായിട്ട് ആരുടെ അടുത്തോട്ട് പോയിട്ട് അവരെ ശല്യപ്പെടുത്തുന്നില്ല.
ആഹാ, അച്ചപ്പൻ്റെ പുതിയ കളിപ്പാട്ടങ്ങളാണോ അതൊക്കെ? ആ അച്ഛേ, ഇതൊക്കെ എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നതാ. ആ അമ്മ, അയ്യോ അച്ഛ, അമ്മ കരയുന്നു. അച്ഛേ, എന്തിനാ അമ്മ കരയുന്നേ? പോയി ചോദിക്കേ. മോള് കിടന്നോ, അതൊക്കെ താനെ മാറിക്കോളും. അതെ, ആ കരച്ചിലൊന്ന് നിർത്തോ. കുട്ടിയെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. കിടന്നുറങ്ങാൻ നോക്ക്. അല്ലി പിന്നെ ഇനി ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി. വേണ്ടമ്മേ, ഞാൻ ഇറങ്ങി. എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയേ? ആ ചെക്കൻ കാരണം എൻ്റെ കുഞ്ഞിങ്ങനെ വിഷമിക്കുന്നത്. അവന് ഞാൻ കാട്ടി കൊടുക്കുന്നുണ്ട്. എന്താ എല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്നേ? ആ, നീ വന്നോ? അത് പിന്നെ അല്ലിമോൾ ഇന്ന് സ്കൂളിൽ തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ, കുറച്ചു നേരമായി. അയ്യോ, എന്നിട്ട് അവൾ ഓക്കെ അല്ലേ? എന്നിട്ട് എന്നെ ആരും എന്നോട് പറഞ്ഞില്ല. അത് അല്ലിമോൾ എന്നെ പറയണ്ട, ടെൻഷൻ അടിക്കുന്നു. അതാ പിന്നെ ഞാൻ പറയാതിരുന്നേ. അവൾ അങ്ങനെ പലതും പറയും. അത് പറഞ്ഞിട്ട് അവളുടെ താഴത്തിനൊത്ത തുരുളാണോ നിങ്ങളോ? അവൾക്ക് എന്താ പറ്റിയേ? ഈ ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. അവൾ ഫുഡ് കഴിക്കാത്തവർ തലകറങ്ങി വീണതാ, വേറൊന്നുമില്ല. ഇവളോട് ഞാൻ എപ്പോഴും പറയുന്നതാ സമയത്തിന് ഫുഡ് കഴിക്കണം എന്ന്. എന്നിട്ടും പറയണില്ല. നീ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചോ? ഉത്തരം പറയാനാ പറഞ്ഞ അല്ലികെ. രാത്രി ഫുഡ് കഴിച്ചോന്ന്? ഇല്ല. ഇന്ന് രാവിലെയോ? ഇല്ല. ഉച്ചയ്ക്കോ? എന്തും പട്ടിണി എടുക്കാൻ മാത്രം നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഏട്ടൻ എന്നോട് മാത്രം മിണ്ടിയില്ലല്ലോ. മിണ്ടിയില്ല പറഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കുവാണോ വേണ്ടേ പെണ്ണെ? പിന്നെ ഏട്ടൻ വന്നിട്ട് എല്ലാവരോടും സംസാരിച്ച്, എന്നോട് മാത്രം സംസാരിച്ചില്ല. ഇത്രയും കാലം ഏട്ടന് വേണ്ടി കാത്തിരുന്ന് കൊതിച്ച് ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ ഏട്ടൻ ആരുള്ളതായി. ഞാൻ പോയി. നീ എനിക്ക് ആരുമില്ല എന്ന് മാത്രം പറയരുത്. എത്ര ടെൻഷനായെന്നറിയോ നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തോണ്ട്? സോറി ഏട്ടാ, ഞാനിനി അങ്ങനെ ചെയ്യില്ല. മതി എൻ്റെ അല്ലിപ്പെണ്ണേ, ഇനി ഞാൻ കണ്ണൊക്കെ തുടച്ചേ. ചിരിക്കുന്ന നോക്കിക്കേ. നിങ്ങൾ എന്നെ കരയിപ്പിക്കാൻ വേണ്ടി നേർച്ചയെടുത്ത് വന്നതാണോ മനുഷ്യ? ഞാൻ എത്ര കരഞ്ഞു എന്നറിയോ? അത് നിനക്ക് കിട്ടേണ്ടതാ. ഫോൺ വിളിച്ചപ്പോൾ എടുക്കണമായിരുന്നു. അവളുടെ ഒരു ചാടാ സമയത്ത്. പിന്നല്ലാതെ മറ്റവളെ പൊക്കി പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കണോ കോളില്? ആ, ഇതിനെയാണ് കുശുമ്പ് എന്ന് പറയുന്നത്, കേട്ടോ? ഓ ആയിക്കോട്ടെ, ഞാൻ കുറച്ച് കുശുമ്പിയാ. അതെനിക്ക് തുടക്കം മുതലേ അറിയാലോ എൻ്റെ കുശുമ്പി പെണ്ണേ. എൻ്റെ മാത്രം കുശുമ്പി പെണ്ണ്. ഞാൻ പോവാ. നിക്കടി ഇവിടെ. കൺമണിയേ, மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையிற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு இல்லை, கணக்கால் கூட கருப்பு இல்லை. நீ தீண்டும் இடம் தித்திக்குமே, இனி பாக்கியுடம்பும் செய்ய வேண்டும் பாக்கியமே. குறுக்கு சிறுத்தவளே, என்னை குங்குமத்தில் கரைச்சவளே, நெஞ்சில் மஞ்சள் தேச்சு குளிக்கையில்
கொலுசுக்குள் மணியாக என்னை கொஞ்சம் ഐഷ്, എന്താ മനുഷ്യ രാവിലെ തന്നെ? വേണ്ട, ആരെങ്കിലും കാണും. I don't care about that. ഓ, ഇങ്ങനെ കൊണ്ട് സ്തോത്രം. ആ, ഇറങ്ങിപ്പോയിക്കോണം രണ്ടും ഇപ്പം ഈ അടുക്കളയിൽ നിന്ന്. ഞാൻ എപ്പോഴോ പോയി അമ്മ. ഐഷ്, ഈ അമ്മേനെ കൊണ്ട് ഈ അമ്മയ്ക്ക് തീരെ ടൈമിങ് ഇല്ല കേട്ടോ. ആ, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. തൊള്ളനെ കൂടെ തന്തയ്ക്ക് വിളിപ്പിക്കരുത് കേട്ടോ. ദാറ്റ് ഈസ് യുവർ ഹസ്ബൻഡ്. അതന്നെയാണ് കഴിവേറി പറഞ്ഞേ. ഷോ, എന്ത് ചെയ്യാനാ, കഴിവ് കൂടിപ്പോയില്ലേ. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ ആ മടലെടുത്ത് വെട്ടണം? ഏയ് വേണ്ട മമ്മി, ഞാൻ പോവാ. വാശാളൻ ഈ ചിക്കനെ കൊണ്ട്. എന്താ ഇവിടെ ഉണ്ടായേ? ഞാൻ വേണമെങ്കിൽ ആ ഉമ്മ ഫുള്ളാക്കി തരാം. പോ മനുഷ്യ അവിടുന്ന്, നാണം വരുന്നു. എൻ്റെ ജാനു, എൻ്റെ ആട് ശക്കര ശുണ്ടാപ്പ് ശുണ്ടരി പൊന്നി. അച്ഛന് പ്രാന്തായോ അമ്മ? അത് നിന്റെ അച്ഛന് പണ്ട് മുതലുള്ളതാ. നിനക്കടി ഭ്രാന്ത് ഉണ്ടക്കണ്ണി മൊയിലും വല്ലി. നീ പോടാ മാങ്ങാണ്ടി മുറ ചപ്രി തല. അത് നിന്റെ മറ്റവനെ പോയി വിളിക്കടി കുണ്ടുമണി. ആ, അതിനെ തന്നെ പറഞ്ഞ കുന്തുമണി നിങ്ങളുടെ അമ്മളുടെ മോള്. എടി എടി. അയ്യോ, ടെൻഷൻ ആയല്ലോ, ഒന്ന് നിർത്തോ രണ്ടാളും. അയ്യോ, അച്ഛൻ്റെ പൊന്നു ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പൊന്നു പറയേ, എന്തിനു വന്നേ? അതില്ലേ അച്ഛൻ, അവരെ അച്ഛമ്മയ്ക്ക് ഉമ്മ കൊടുത്തു. അപ്പൊ എനിക്ക് ഉമ്മ വേണം. അതിലേ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നേ. അത് ശരി, അച്ഛൻ പണി തുടങ്ങിയല്ലേ? നിനക്ക് ഉമ്മ തരില്ലടി കൊടി.
ആ കുശുമ്പി അമ്മനെ കൊണ്ട് പോവാൻ പാരെ. എൻ്റെ പൊന്നോട് ഞാൻ തരും ഉമ്മ. എന്താടി നിനക്ക് വേണം? അവരെങ്ങനെ അവരുടെ ജീവിതം ആസ്വദിച്ച് ജീവിച്ചു പോകുന്നു. ചെറിയ ചെറിയ പിണക്കങ്ങളും വലിയ വലിയ ഇണക്കങ്ങളുമായി. ஒரு தடவை இழுத்து அணைச்சபடி உயிர் மூச்ச நிறுத்து கண்மணியே. மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையிற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு, கணுக்கால் கூட கருப்பு.